എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ ഉത്തരനെ തേരാളിയാക്കി മത്സ്യദേശത്തെ ആക്രമിക്കുന്ന കൗരവസേനയെ എതിരിടുവാനായി അർജുനൻ പോകുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്ക് മഹാഭാരതം ബാക്കി കേൾക്കാം. അർജുനൻ യുദ്ധത്തിനായി തയ്യാറായി. മുടി പിന്നിലേക്ക് കെട്ടി ഒതുക്കി വച്ചു. ദേവേന്ദ്രൻ സമ്മാനിച്ച ഗംഭീരമായ കിരീടം തലയിൽ അണിഞ്ഞു. ബൃഹന്നളയായിരിക്കെ കയ്യിൽ ധരിച്ചിരുന്ന വളകൾ അർജുനൻ ഊരിമാറ്റി. പോരാളിയുടെ കയ്യുറകളും കാപ്പും ധരിച്ചു. പടച്ചട്ട മുറുക്കി അർജുനൻ. എന്നിട്ട് സകല ദേവന്മാരെയും തൻ്റെ ആയുധങ്ങളെയും ദിവ്യാസ്ത്രങ്ങളെയും ധ്യാനിച്ചു. എന്നിട്ട് ഗാണ്ഡീവം എന്ന അതിവിശിഷ്ടമായ ധനുസിനെ തൊട്ട് പ്രണമിച്ചു. എന്നിട്ട് ഗംഭീരമായ ആ ദിവ്യധനുസ് എടുത്തുയർത്തി. ഗാണ്ഡീവം 108 ഞാണുകളുള്ള അതിശക്തമായ സ്വർണ്ണവില്ല്, സാക്ഷാൽ ബ്രഹ്മദേവൻ നിർമ്മിച്ച ധനുസ്. ഇതേ സമയം ആകാശം മേഘാവൃതമായി. ശക്തമായ കാറ്റ് വീശുവാൻ തുടങ്ങി. ചെന്നായ്ക്കളുടെ ഓരിയിടലും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെയും കണ്ട് ദ്രോണർ സൈന്യത്തിനോടായി പറഞ്ഞു: മഹായുദ്ധത്തിൻ്റെ ലക്ഷണങ്ങൾ. എല്ലാവരും തയ്യാറായിക്കൊള്ളുക. നമ്മൾ ഒരു മഹായുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. അർജുനൻ ഗാണ്ഡീവം എടുത്ത് കുലച്ചു. ആ ദിവ്യധനുസിൻ്റെ ഗംഭീരമായ ശബ്ദം 4 ദിക്കിലും മുഴങ്ങി. ശത്രുവിനെ ഭയപ്പെടുത്തുന്ന ഇടിമിന്നലിൻ്റെ ശബ്ദം ഗാണ്ഡീവത്തിൽ നിന്നും അലയടിച്ചു. അർജുനൻ എന്നിട്ട് തൻ്റെ ശംഖായ ദേവദത്തം മുഴക്കി. ഗാണ്ഡീവത്തിൻ്റെയും ദേവദത്തത്തിൻ്റെയും ശബ്ദം കേട്ട് കൗരവസേന കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ട മുയൽക്കൂട്ടത്തെപ്പോലെ പരിഭ്രമിച്ചു. ദ്രോണർ പറഞ്ഞു: അർജുനൻ, അത് അർജുനൻ തന്നെ. ഉത്തരൻ്റെ തേരാളിയായി വന്നത് അർജുനൻ തന്നെ. നമ്മൾ യുദ്ധം ചെയ്യുവാൻ പോകുന്നത് ഗാണ്ഡീവധാരിയായ പാർത്ഥനോടാണ്. ദ്രോണർ എന്നിട്ട് സൈന്യത്തിനോട് ആജ്ഞാപിച്ചു: എല്ലാവരും യുദ്ധത്തിനായി തയ്യാറാവുക. ഏതു നിമിഷവും യുദ്ധം ആരംഭിക്കാം. വ്യൂഹം തയ്യാറാക്കുക. എല്ലാവരും ആയുധങ്ങളുമായി നിലയുറപ്പിച്ച് നിൽക്കുക. ജാഗ്രത. ഇതേ സമയം ദൂരെയായി അർജുനൻ ഉത്തരനോട് പറഞ്ഞു: കുമാര, ഇന്ന് നിനക്ക് ഞാൻ യുദ്ധതന്ത്രം പഠിപ്പിച്ചു തരാം. എൻ്റെ പകയിൽ കൗരവ സൈന്യം എങ്ങനെയാണ് ഇന്ന് നാമാവശേഷം ആവുന്നത് എന്ന് നീ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിരവധി മഹാരഥന്മാർ അടങ്ങുന്ന മഹാസൈന്യത്തെ എങ്ങനെയാണ് നേരിടുവാൻ പോകുന്നത് എന്ന് നീ കണ്ട് പഠിച്ചുകൊള്ളുക. ഉത്തരൻ തൊഴുകൈകളോടെ അർജുനന് മുന്നിൽ നിന്നു. അർജുനൻ തുടർന്നു: ഇന്ന് ഞാൻ എയ്യുവാൻ പോകുന്നത് അസ്ത്രങ്ങളല്ല കുമാര, എൻ്റെ പകയാണ്, പ്രതികാരമാണ്. ചതിക്ക് എതിരെ എയ്യുന്ന കത്തുന്ന പ്രതികാരത്തിൻ്റെ കൂരമ്പുകളാണ് കുമാര ഇന്ന് ഗാണ്ഡീവത്തിൽ നിന്നും എല്ലാ ദിശയിലേക്കും പ്രളയാഗ്നി പോലെ പായുവാൻ പോകുന്നത്. 13 വർഷമായി എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ജ്വാലകൾ കൗരവസേന ഇന്ന് കാണും. അതിൻ്റെ ചൂടിൽ അവർ ഇന്ന് വെന്തുരുകും. കൗന്ദേയനായ അർജുനൻ്റെ വാക്കുകളാണിത്. കുമാര, കൗരവസേനയെ ലക്ഷ്യമാക്കി രഥം പായിച്ചാലും. ഉത്തരൻ രഥം പായിച്ചു. ദൂരെ നിന്നും കൗരവ സൈന്യത്തെ കണ്ടതും അർജുനൻ തൻ്റെ വരവറിയിച്ചുകൊണ്ട് ദേവദത്തം മുഴക്കി. ദൂരെ നിന്നും പൊടി പറത്തിക്കൊണ്ട് തങ്ങൾക്ക് നേരെ കൊടുങ്കാറ്റിനെ പോലെ അടുത്തുകൊണ്ടിരിക്കുന്ന രഥം കണ്ട് ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചു. അവസാനം അവൻ പുറത്തു വന്നിരിക്കുന്നു. അവനെ ഞാൻ പുറത്തെത്തിച്ചിരിക്കുന്നു. ദേവദത്തം മുഴക്കിക്കോളൂ അർജുന. വീണ്ടും 12 വർഷം വനവാസത്തിന് തയ്യാറായിക്കൊള്ളുക വിഡ്ഢി. അജ്ഞാതവാസം കഴിയും മുന്നേ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് കേട്ട് ഭീഷ്മ പിതാമഹൻ ദുര്യോധനനോട് പറഞ്ഞു: ആ വരുന്നത് ഏതെങ്കിലും ഒരു പോരാളിയല്ല ദുര്യോധന, അത് ഗാണ്ഡീവധാരിയായ അർജുനനാണ്. പരമേശ്വരനിൽ നിന്നും സാക്ഷാൽ പാശുപതാസ്ത്രം നേടിയെടുത്ത ജിഷ്ണുവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കുതിരകളാൽ വലിക്കപ്പെടുന്ന രഥത്തിൽ വരുന്ന അവൻ ശ്വേതവാഹനനാണ്. അവൻ ധനഞ്ജയനാണ് ദുര്യോധന. മന്ദമാരുതനല്ലാതെ കൊടുംകാറ്റാണ്. ദുര്യോധന, അജ്ഞാതവാസം കഴിയും മുന്നേ നീ അവനെ കണ്ടെത്തിയെന്ന് കരുതരുത്. അജ്ഞാതവാസം കഴിഞ്ഞു എന്ന് വ്യക്തമായ ബോധ്യത്തോടെ അവനായി തന്നെ മുന്നോട്ട് വന്നതാണ് ഇത്. നാഴികയും വിനാഴികയും ചന്ദ്രമാസവും സൂര്യമാസവും എല്ലാം ഞാൻ പരിശോധിച്ചു. എങ്ങനെ കണക്കുകൂട്ടിയാലും പാണ്ഡവരുടെ 12 വർഷം നീണ്ട വനവാസവും 13-ാം വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞിരിക്കുകയാണ് ദുര്യോധന. ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. അർഹമായത് പാണ്ഡവർക്ക് നൽകി മഹാവിപത്തിൽ നിന്നും കുലത്തിനെ സംരക്ഷിച്ചാലും. ദുര്യോധനൻ പറഞ്ഞു: പിതാമഹ, അങ്ങയുടെ കണക്ക് പ്രകാരം 12 വർഷം വനവാസവും 13-ാം വർഷം അജ്ഞാതവാസവും കഴിഞ്ഞുവെങ്കിൽ കഴിയട്ടെ. എന്നെ സംബന്ധിച്ച് അർജുനൻ 13-ാം വർഷം അജ്ഞാതവാസം കഴിയുന്നതിന് മുൻപായി മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ അവർക്ക് രാജ്യവും സമ്പത്തും ഒന്നും തന്നെ നൽകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യുദ്ധം അരങ്ങേറട്ടെ. പാണ്ഡവരെ ഞാൻ മുടിപ്പിക്കും. ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലി ശബ്ദം കേട്ട് ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു: പുത്ര,
അങ്ങനെയാണെങ്കിൽ നീ പശുക്കളെയും കൊണ്ട് ഹസ്തിനപുരിയിലേക്ക് പോയാലും ഞാനും ദ്രോണരും അശ്വത്ഥാമാവും കൃപരും കർണനും അർജുനനെ തടഞ്ഞു നിർത്താം. ദുര്യോധനൻ തുടർന്ന് സേനയുടെ ഒരു ഭാഗവുമായി മത്സ്യദേശത്തെ പശുക്കളെയും കൊണ്ട് ഹസ്തിനപുരി ലക്ഷ്യമാക്കി നീങ്ങി. കൗരവസേനയുടെ അടുത്തേക്ക് രഥം എത്തിയതും അർജുനൻ തൻ്റെ ഗുരുനാഥനായ ദ്രോണരെയും പിതാമഹനായ ഭീഷ്മരെയും കണ്ടു. അർജുനൻ അവരോടുള്ള തൻ്റെ ആദരസൂചകമായി 2 അമ്പുകൾ എയ്തു. ആ അമ്പുകൾ ഭീഷ്മരുടെയും ദ്രോണരുടെയും പാദത്തിനടുത്തായി വന്ന് പതിച്ചു. അർജുനൻ്റെ പ്രണാമം. തൻ്റെ ആചാര്യനും മുതുമുത്തച്ഛനും. അർജുനൻ കൗരവ സൈന്യത്തെ നിരീക്ഷിച്ചു. അർജുനൻ്റെ കണ്ണുകൾ ദുര്യോധനനെ തേടി. അപ്പോഴാണ് ദൂരെയായി ഒരു കൂട്ടം സൈനികരെയും ആ സൈന്യത്തിൻ്റെ നടുവിലായി ലക്ഷണമൊത്ത ഒരു രഥത്തെയും അർജുനൻ കണ്ടത്. അർജുനൻ ഉത്തരനോട് പറഞ്ഞു, കുമാര, അതാ അവിടെ മാറിപ്പോകുന്ന സേനയുടെ നടുവിലായി ദുര്യോധനൻ്റെ രഥം. അങ്ങോട്ട് തേർത്തെളിയിച്ചാലും. അർജുനൻ്റെ തേര് കൗരവ സൈന്യത്തിൻ്റെ നേർക്ക് വന്നുവെങ്കിലും ദിശ മാറി ദുര്യോധനൻ്റെ രഥത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ട് ദ്രോണർ പറഞ്ഞു, അർജുനൻ ദുര്യോധനനെ കണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദുര്യോധനന് സംരക്ഷണമൊരുക്കുക. അർജുനൻ്റെ ഗാണ്ഡീവത്തിൽ നിന്നും ചീറിപ്പായുന്ന അമ്പുകളേറ്റ് കൗരവ സൈന്യത്തിലെ ഭടന്മാർ ഓരോരുത്തരായി മരിച്ചു വീണു. അർജുനൻ ദുര്യോധനനെ ആക്രമിച്ചു. ദുര്യോധനനും ശക്തമായി പ്രതിരോധിച്ചു. ദുര്യോധനനെ സംരക്ഷിക്കുവാൻ വികർണൻ വന്നുവെങ്കിലും അവർക്ക് അർജുനനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ആത്മമിത്രത്തെ അർജുനൻ ആക്രമിക്കുകയാണ് എന്ന് അറിഞ്ഞ ഉടനെ കർണൻ തൻ്റെ മഹാധനുസായ വിജയം ഏന്തിക്കൊണ്ട് അർജുനനെ ആക്രമിച്ചു. കർണനോടൊപ്പം കർണൻ്റെ സഹോദരനായ ഷോണനും ഉണ്ടായിരുന്നു. അർജുനൻ ഒട്ടും സമയം കളയാതെ കർണൻ്റെ സഹോദരനായ ഷോണനെ വകവരുത്തി. അർജുനൻ്റെ അമ്പേറ്റ് ഷോണൻ്റെ ശിരസച്ച് ഭൂമിയിൽ പതിച്ചു. തൻ്റെ പ്രാണപ്രിയനായ സഹോദരനെ അർജുനൻ വധിച്ചത് കണ്ട് ക്രോധം സഹിക്കുവാൻ പറ്റാതെ വിജയധനുസുമായി കർണൻ അർജുനനെ ആക്രമിച്ചു. അർജുനൻ തിരിച്ചും കർണനെ ആക്രമിച്ചു. 2 സിംഹങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. മഹാധനുസുകളായ ഗാണ്ഡീവത്തിൻ്റെയും വിജയത്തിൻ്റെയും ഞാണൊലി ശബ്ദം എങ്ങും മുഴങ്ങി. അമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശിൽക്കാര ശബ്ദം. അർജുനൻ്റെ കൂരമ്പുകൾ കൊണ്ട് മരിച്ചു വീഴുന്ന ഭടന്മാർ. അർജുനനും കർണനുമിടയിൽ അമ്പുകൾ മേഘങ്ങളെപ്പോലെ തങ്ങി നിൽക്കുന്നതായി ബാക്കിയുള്ളവർക്ക് കാണപ്പെട്ടു. സൂര്യപ്രഭയോടെ തിളങ്ങി നിൽക്കുന്ന കർണൻ ഒരു വശത്ത്, കാർമേഘം പോലെ ഭയാനകമായി അർജുനൻ മറുവശത്ത്. കർണൻ്റെ അമ്പുകളേറ്റ് ഉത്തരന് പരിക്ക് പറ്റി. അർജുനൻ്റെ തേരിനും കേടുപാടുകൾ സംഭവിച്ചു. കർണൻ്റെ അമ്പുകൾ അർജുനൻ്റെ കൊടിയിൽ തട്ടി. അതീവ ക്രോധത്തോടെ അർജുനൻ മൂർച്ചയേറിയ നിരവധി അമ്പുകൾ കർണന് നേരെ അയച്ചു. ആ അമ്പുകൾ കർണൻ്റെ നെറ്റിയിൽ മുറിവേൽപ്പിച്ചു. അവ കർണൻ്റെ തുടയിൽ തുളച്ചു കയറി. ഗത്യന്തരമില്ലാതെ കർണന് അപ്പോൾ അവിടെ നിന്നും പിന്മാറേണ്ടതായി വന്നു. കഥ തുടരുന്നതിന് മുൻപായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വിരാട യുദ്ധത്തിന് മുൻപായി തന്നെ കർണൻ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് ദാനം ചെയ്തിരുന്നു. അതിനാലാണ് അർജുനൻ്റെ അമ്പുകൾക്ക് കർണനെ മുറിവേൽപ്പിക്കുവാൻ കഴിഞ്ഞത്. ഗാണ്ഡീവവും അമ്പുകൾ ഒഴിയാത്ത ആവനാഴികളും അർജുനനുണ്ട് എന്ന് നമ്മൾ മറക്കുവാൻ പാടില്ല. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. കർണൻ പിൻവാങ്ങിയപ്പോൾ അർജുനനുമായി ഏറ്റുമുട്ടുവാൻ വന്നത് കൃപാചാര്യരായിരുന്നു. അർജുനൻ കൃപരുടെ വില്ലിൻ്റെ ഞാൺ പൊട്ടിച്ചു. എന്നാൽ നിമിഷ നേരം കൊണ്ട് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കൃപർ ആ ഞാൺ വീണ്ടും കെട്ടി അർജുനനുമായി ഏറ്റുമുട്ടി. അർജുനൻ കൃപരുടെ വില്ല് അമ്പെയ്ത് ഒടിച്ചു. അർജുനൻ്റെ ശരവർഷത്തിൽ കൃപരുടെ തേരും പൂർണ്ണമായി തകർന്നു. കലിപൂണ്ട കൃപർ ഒരു ഗദ ചുഴറ്റി അർജുനന് നേരെ എറിഞ്ഞു. എന്നാൽ അർജുനൻ അമ്പെയ്ത് ആ ഗദയുടെ ഗതി മാറ്റിവിട്ടു. അർജുനൻ്റെ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നിന്ന കൃപർ മറ്റൊരു രഥത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അർജുനൻ കൗരവ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി മുന്നേറിക്കൊണ്ടിരുന്നു. അർജുനൻ ദുര്യോധനൻ്റെ സമക്ഷത്തെത്താതിരിക്കുവാൻ ദ്രോണർ അർജുനനും ദുര്യോധനനും ഇടയിലായി എത്തി. തൻ്റെ ഗുരുവിനോടുള്ള ആദരസൂചകമായി അർജുനൻ ഉത്തരനോട് പറഞ്ഞു, കുമാര, രഥം എൻ്റെ ഗുരുവിനെ ഒരു വട്ടം വലം വെച്ച് അദ്ദേഹത്തിന് മുന്നിലായി നിർത്തുക. അർജുനൻ എന്നിട്ട് തൻ്റെ പ്രിയ ഗുരുവിനോട് പറഞ്ഞു, ആചാര്യ, അങ്ങയ്ക്ക് നേരെ ആദ്യം ഞാൻ അമ്പുകൾ എയ്യുകയില്ല. ഞാനുമായി ഏറ്റുമുട്ടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ആദ്യം എൻ്റെ നേരെ അമ്പ് അയക്കുക. ഇത് കേൾക്കേണ്ട താമസം ദ്രോണർ അർജുനന് നേരെ ശരവർഷം ആരംഭിച്ചു. അർജുനൻ അവയെല്ലാം തടുക്കുന്നതിനൊപ്പം തന്നെ കൗരവ സേനയെയും ആക്രമിച്ചു. ഒരേ സമയം 2 കൈകളും ഉപയോഗിച്ച് അർജുനൻ ദ്രോണരോടും കൗരവ സേനയോടും ഏറ്റുമുട്ടി. വലത്തെ കൈയിൽ ഗാണ്ഡീവം പിടിച്ച് ദ്രോണരോട് ഏറ്റുമുട്ടുന്ന അർജുനൻ അടുത്ത നിമിഷം ഗാണ്ഡീവം ഇടത്തെ കൈയിൽ പിടിച്ച് കൗരവ സേനയ്ക്ക് നേരെ എണ്ണമറ്റ അമ്പുകൾ എയ്തു. 2 കൈകളും ഉപയോഗിച്ച് അമ്പെയ്യുന്ന അർജുനനെ കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ പറഞ്ഞു, സവ്യസാചി. അതെ, 2 കൈകളും ഒരുപോലെ ഉപയോഗിച്ച് അസ്ത്രങ്ങൾ എയ്യുവാൻ പ്രാവീണ്യമുള്ളവൻ, സവ്യസാചി. അർജുനൻ്റെ മറ്റൊരു നാമമാണ് അത്. ഗുരുവും ശിഷ്യനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു.
ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ അഗ്രഗണ്യരായിരുന്നല്ലോ. ദ്രോണരും അർജുനനും. ഗുരുവിന് ഒത്ത ശിഷ്യനും ശിഷ്യന് ഒത്ത ഗുരുവും. അർജുനന്റെ ശക്തമായ ആക്രമണത്തിൽ ദ്രോണരുടെ ദേഹത്തും തേരിലും ആയുധങ്ങളിലുമെല്ലാം അർജുനന്റെ അമ്പുകൾ തുളഞ്ഞു കയറി. ഇത് കണ്ടതും തന്റെ അച്ഛനെ സംരക്ഷിക്കുവാൻ ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് അർജുനന് നേരെ പാഞ്ഞെത്തി. മുറിവേറ്റ തന്റെ പ്രിയ ഗുരുവിനെ പോകുവാനായി അർജുനൻ തേര് പിന്നിലേക്ക് നീക്കുവാൻ ഉത്തരനോട് പറഞ്ഞു. മുറിവേറ്റ ദ്രോണർ പോകുമ്പോൾ അർജുനൻ തൊഴുകൈകളോടെ നിന്നു. തുടർന്ന് യുദ്ധം അശ്വത്ഥാമാവിനും അർജുനനും ഇടയിലായി. രണ്ട് മഹാരഥന്മാർ തമ്മിലുള്ള അത്യുജ്വലമായ പോരാട്ടം. അതുവരെ നടന്ന യുദ്ധമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കണ്ടത്. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. ഗംഭീരമായ ശബ്ദത്തോടെ ദിവ്യാസ്ത്രങ്ങൾ കൂട്ടിമുട്ടി. ഇതേ സമയം അർജുനൻ അശ്വത്ഥാമാവിൻ്റെ രഥത്തിലെ കുതിരകളെ പേടിപ്പിക്കും വിധം അമ്പുകൾ അയച്ചു. പേടിച്ച കുതിരകളെ നിയന്ത്രിക്കുവാൻ അശ്വത്ഥാമാവിൻ്റെ തേരാളി പാടുപെട്ടു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് അർജുനന്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാൺ അമ്പെയ്ത് പൊട്ടിക്കുന്നത്. ഇത് കണ്ട് കൗരവപക്ഷത്തിൽ നിന്നും കരഘോഷങ്ങൾ ഉയർന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അർജുനൻ വീണ്ടും ഞാണ് വലിച്ചുകെട്ടി യുദ്ധം തുടർന്നു. അമ്പുകൾ ഒഴിയാത്ത ആമനാഴി ഉള്ളതിനാൽ തന്നെ അർജുനന് അനേകം അമ്പുകൾ 4 ദിക്കിലേക്ക് അയക്കുവാൻ സാധിച്ചു. അശ്വത്ഥാമാവ് രഥത്തിൽ കരുതിയിരുന്ന അമ്പുകളെല്ലാം കുറച്ചു നേരം കൊണ്ട് തന്നെ തീർന്നു. അർജുനനോട് ഏറ്റുമുട്ടുവാൻ ഭടന്മാർ അശ്വത്ഥാമാവിന് അമ്പുകൾ എത്തിക്കുവാൻ പാടുപെട്ടു. അമ്പുകൾ ഒഴിയാത്ത ആവനാഴിയുമായി സിംഹത്തെപ്പോലെ ആക്രമിക്കുന്ന അർജുനൻ വിജയധനുസിന്റെ ഞാണൊലി കേട്ടു. കർണൻ വീണ്ടും വന്നിരിക്കുന്നു അർജുനനുമായി ഏറ്റുമുട്ടുവാൻ. കർണന് അർജുനനുമായി ഏറ്റുമുട്ടുവാനായി അശ്വത്ഥാമാവ് അവിടെ നിന്നും പിന്മാറി. വീണ്ടും അർജുനനും കർണനും തമ്മിൽ ഏറ്റുമുട്ടി. അതിഭീകരമായ ഏറ്റുമുട്ടൽ. അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്നും തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം കർണൻ നിഷ്ഫലമാക്കി. കർണൻ ചിരിച്ചുകൊണ്ട് തിരിച്ച് ആക്രമണം അഴിച്ചുവിട്ടു. കർണന്റെ തിരിച്ചുള്ള ആക്രമണത്തിൽ അർജുനനും തേരാളിയായ ഉത്തരനും കുതിരകൾക്കും മുറിവേറ്റു. ഇതിന് പകരമായി അർജുനൻ കർണന്റെ ആവനാഴി അമ്പെയ്ത് വീഴ്ത്തി. ദേഷ്യത്തോടെ കർണൻ ഒരു കുന്തം അർജുനന് നേരെ വലിച്ചെറിഞ്ഞു. അർജുനൻ അതിനെ അമ്പെയ്ത് നശിപ്പിച്ചു. തുടർന്ന് അർജുനൻ മൂർച്ചയേറിയ ഒരു അമ്പ് കർണന് നേരെ അയച്ചു. കൃത്യം അത് കർണന്റെ മാറ് പിളർന്ന് അകത്തേക്ക് തുളച്ചു കയറി. പടച്ചട്ട അണിഞ്ഞിരുന്നതിനാൽ ആഘാതം കുറവായിരുന്നുവെങ്കിലും കർണന് പെട്ടെന്ന് ബോധം പോകുന്ന അവസ്ഥയിലേക്കെത്തി. അർജുനന്റെ അമ്പേറ്റ് ക്ഷീണിതനായ കർണനെയും കൊണ്ട് തേര് മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. ഇനി അർജുനന് നേരിടേണ്ടത് ഭീഷ്മരുടെ സൈന്യത്തെയാണ്. ഭീഷ്മരുടെ അടുത്തേക്ക് പോകുവാൻ ഭയന്ന ഉത്തരന് അർജുനൻ ധൈര്യം നൽകി. അങ്ങനെ അർജുനന്റെ തേര് ഭീഷ്മരെ ലക്ഷ്യമാക്കി പോകുവാൻ തുനിഞ്ഞതും ദ്രോണരും കൃപരും അശ്വത്ഥാമാവും ദുര്യോധനനും കർണനും ചേർന്ന് അർജുനനെ ആക്രമിച്ചു. അർജുനൻ തനിച്ചു നിന്ന് ഇവരോടെല്ലാം ഒരേ സമയം പോരാടി. അപ്പോഴാണ് അർജുനൻ സാക്ഷാൽ വജ്രായുധം പ്രയോഗിക്കുന്നത്. ദേവേന്ദ്രന്റെ ഏറ്റവും ശക്തമായ വജ്രായുധം. ഭീകരമായ അന്തരീക്ഷം, അതിൻ്റെ കൂടെ ഗാണ്ഡീവത്തിൻ്റെ ഭയാനകമായ ഞാണൊലി ശബ്ദം, അതിൻ്റെ കൂടെ വജ്രായുധവും. അർജുനനെ ആക്രമിച്ചവർക്ക് സ്ഥലകാല ബോധമില്ലാതെയായി. അപ്പോഴാണ് അർജുനനെ നേരിടുവാനായി പിതാമഹൻ ഭീഷ്മർ വരുന്നത്. മുന്നിൽ വരുന്നവരെയെല്ലാം തോൽപ്പിച്ച് മുന്നേറുന്ന അർജുനനെ തടയുവാനായി സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ എത്തി. ഹിമാലയം പോലെ തൂവെള്ള നിറത്തോടു കൂടിയ താടിയും മുടിയും വസ്ത്രങ്ങളും. മഹേന്ദ്ര പർവ്വതം കണക്കെ പിതാമഹൻ അർജുനന് മുന്നിലായി നിന്നു. കുരുവംശത്തിലെ മഹാവൃക്ഷം. അർജുനനും ഭീഷ്മർക്കുമിടയിൽ അതിഭീകരമായ യുദ്ധമരങ്ങേറി. ആ യുദ്ധം കാണുവാൻ ദേവന്മാർ ആകാശത്ത് അണിനിരന്നു. ഭീഷ്മരുടെ അസ്ത്രങ്ങളേറ്റ് അർജുനന് മുറിവേറ്റു. അർജുനന്റെ രഥത്തിനും കേടുപാടുകൾ സംഭവിച്ചു. അർജുനൻ തിരിച്ച് ശക്തമായ ആക്രമണം നടത്തി. അർജുനന്റെ ആക്രമണത്തിൽ പിതാമഹന്റെ രഥത്തിനും കേടുപാടുകൾ സംഭവിച്ചു. അതിഭീകരമായ ഈ ഏറ്റുമുട്ടൽ കണ്ടുനിന്ന ദേവന്മാർ അർജുനനും ഭീഷ്മർക്കും മേൽ പുഷ്പവൃഷ്ടി നടത്തി. അർജുനൻ ഭീഷ്മരുടെ വില്ലിൻ്റെ ഞാൺ പൊട്ടിച്ചു. ഉടൻ തന്നെ ഞാൺ വലിച്ചുകെട്ടി പിതാമഹൻ യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിയപ്പോൾ അർജുനൻ ആ വില്ലും തകർത്തു. ഇതിൽ ക്രോധാകുലനായ ഭീഷ്മർ മറ്റൊരു വില്ലെടുത്ത് അർജുനനെ ലക്ഷ്യമാക്കി ഒരു അമ്പയച്ചു. അത് കൃത്യം അർജുനന്റെ വയറ്റിൽ തുളച്ചു കയറി. പടച്ചട്ട ഉണ്ടായിരുന്നതിനാൽ ആ അമ്പിന് അർജുനന്റെ വയറ്റിൽ അധികം ആഴത്തിൽ താഴ്ന്ന് ഇറങ്ങുവാൻ സാധിച്ചില്ല. ഇതിന് പകരമായി അർജുനൻ പിതാമഹന് നേരെ ഒന്നിനു പിറകെ ഒന്നായി അനേകം അമ്പുകൾ അയച്ചു. അവ ഭീഷ്മരുടെ മേൽ തളഞ്ഞു കയറുകയും ചെയ്തു. പിതാമഹന് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നെത്തി. സാരഥി ഭീഷ്മരെയും കൊണ്ട് രഥം മറ്റൊരു ദിക്കിലേക്ക് പായിച്ചു. ഇത് കണ്ട് അർജുനനെ ആക്രമിക്കുവാൻ ദുര്യോധനൻ പാഞ്ഞെടുത്തു. ദുര്യോധനന്റെ അമ്പ് അർജുനന്റെ നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞു. ദുര്യോധനനെ സംരക്ഷിക്കുവാൻ വികർണനും അപ്പോൾ എത്തി. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അധിക നേരം അർജുനന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല.
അർജുനനുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കുവാൻ കഷ്ടപ്പെടുന്ന ദുര്യോധനനെ സഹായിക്കുവാനായി ദ്രോണരും അശ്വത്ഥാമാവും കർണനും കൃപരും ഭീഷ്മരും എല്ലാം എത്തി. തന്നെ വളഞ്ഞ് ആക്രമിക്കുന്ന കൗരവ യോദ്ധാക്കൾക്ക് നേരെ അർജുനൻ സമ്മോഹന അസ്ത്രം പ്രയോഗിച്ചതിൻ്റെ ഫലമായി കൗരവസേനയിലെ എല്ലാവരും ബോധം കെട്ട് മയങ്ങി വീണുപോയി. അർജുനൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഉത്തരനോട് പറഞ്ഞു, കുമാര, രാജകുമാരി ഉത്തര പറഞ്ഞിരുന്നില്ലേ, യുദ്ധത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവൾക്കായി കൗരവ പ്രമുഖരുടെ വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങൾ കൊണ്ടു ചെല്ലണമെന്ന്. പോകൂ, അവരുടെ അമൂല്യങ്ങളായ വസ്ത്രങ്ങൾ ശേഖരിച്ചാലും കുമാര. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.